ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്നൊരു മാമ്പഴ പുളിശ്ശേരി റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. മാംഗോ സീസൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒത്തിരി മാംഗോസ് കാണുമേ. അപ്പം ഞാനിന്ന് മാമ്പഴ പുളിശ്ശേരി ചട്ടിയിലാണ് വെക്കുന്നത്. മൺചട്ടിയിൽ വെച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പം മാംഗോസ് എല്ലാം തൊലിയെല്ലാം കളഞ്ഞ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് സവാള, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് വെള്ളം, മഞ്ഞൾപ്പൊടി, സോൾട്ട്, പിന്നെ ചെറിയൊരു ശർക്കരയുടെ പീസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയേ. നന്നായിട്ടൊന്ന് തിളന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ചേർക്കാനുള്ള ഒരു അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് തേങ്ങ, ചെറിയുള്ളി, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, പച്ചമുളക്, ഇത്ര ഐറ്റംസാണ് വേണ്ടത്. ഞാൻ കറിയിലും കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പം അരപ്പിലും കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നല്ല വെണ്ണയായിട്ട് അരച്ചെടുക്കുക. കുറച്ച് വെള്ളവും കുറച്ച് തൈരും കൂടെ ചേർത്തിട്ടാണ് ഞാനിത് നന്നായിട്ട് അരച്ചെടുക്കുന്നത്. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് അരയണം. അപ്പോഴത്തേക്കും നമ്മുടെ മാങ്ങാക്കുട്ടന്മാരൊക്കെ നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട്. ഈ മിക്സ് നമുക്ക് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു തരി പോലും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ തൈരും കൂടെ ചേർത്തിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് അരയ്ക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മുടെ മാംഗോസിലേക്ക് ഈ അരപ്പും കൂടെ ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. പിന്നെ നമുക്കിത് താളിക്കാൻ വേണ്ടി കടുകിട്ട് അതിൽ സവാളയും മുളകും ഉണക്കമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് താളിച്ചെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എനിക്കറിയാം എല്ലാവർക്കും മാമ്പഴ പുളിശ്ശേരി ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂട്ടുകൂടുക. ഓക്കെ, ബൈ ബൈ. താങ്ക് യു സോ മച്ച്.